രാത്രി ഇനി തർക്കം വേണ്ട. മീരയെ കുറിച്ച് അറിവ് കിട്ടിയിട്ടുണ്ട്. എവിടെയാ അവള്? സുരക്ഷിതമായൊരു സ്ഥലത്തുണ്ട്. അതെവിടെയാ? അതിപ്പോ അമ്മ അറിയണ്ട. നീ എന്താ ഈ പറയുന്നത്? എവിടെയാ ഉള്ളതെന്ന് തെളിച്ചു പറയ് രജനി. അതെനിക്കും അറിയില്ല. സിദ്ധു, ഇവിടുത്തെ എന്തൊക്കെ ഈ പറയുന്നത്? ഒരു പെൺകുട്ടിയാ. എവിടെയാ എങ്ങനെയാണെന്നൊന്നും അറിയാതെ ഇപ്പോഴത്തെ കാലം വളരെ മോശം. മോശപ്പെട്ടൊരു സാഹചര്യത്തിലല്ല അവള്. മാന്യനായൊരു വ്യക്തിയുടെ കൂടെയാ. മാന്യനായ വ്യക്തിയോ? അതെ, അങ്ങേയറ്റം മാന്യനായൊരു വ്യക്തി. അവളുടെ കാര്യത്തില് ഇനി ഭയം വേണ്ട. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവളെ ആരും വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞത്. ദേവിക്ക് പറഞ്ഞു വിട്ടോന്ന് കള്ളൊന്നും പറഞ്ഞേക്കരുത്. ഓ, ഞാൻ ഇനി ഒന്നിനുമില്ല. പോരെ, എന്റെ കുട്ടി ഇങ്ങി തിരിച്ചു വന്നാ മതി. മോളെ, മീര ഗിരീഷിനൊപ്പമാണോ? അതെ. അത് അച്ഛനെങ്ങനെ? നിന്റെ മനസ്സറിഞ്ഞ നിന്റെ അച്ഛനല്ലടി ഞാൻ. സമാധാനമായി. നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന വീട്ടിൽ തട്ടുകടയിൽ ഫുഡ് വാങ്ങണോ? അത് മുമ്പ് മുതലേ എന്റെ ശീലമാ. ഗിരിയുടെ അച്ഛൻ തുടങ്ങി വെച്ചതാ. തട്ടുദോശയും ചമ്മന്തിയും പിന്നെ രസവടയും. അത് ഗിരിക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാ. എന്നിട്ട് ടീച്ചറമ്മയുടെ മോനെവിടെ? ഇതാ വന്നല്ലോ. എന്താ മാഷെ ഇത്ര വൈകിയേ? വളരെ വേണ്ടപ്പെട്ട രണ്ടുപേരെ കണ്ടു. അവരോട് സംസാരിച്ചു നിന്നു. ഞാൻ കരുതി ചിലപ്പോ ചന്ദ്രോത്ത് പോയി കാണുന്ന. ഏയ്, ഞാൻ ചന്ദ്രോത്ത് പോകുന്നുണ്ടെങ്കിൽ മീരയും കൊണ്ടായിരിക്കും. തട്ടുദോശയും ചമ്മന്തിയും രസവടെ. എന്റെ മാഷെ, അമ്മ ഉണ്ടാക്കിയ കപ്പയും മീൻകറിയും ഒരു രക്ഷയില്ല. അടിപൊളി, അടാറ്. ആവൂ, അമ്മയ്ക്ക് സന്തോഷമായി കാണുമല്ലോ. മീര, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. കൂടെ വന്നില്ലേ? ഗിരീഷേട്ടൻ കൊണ്ടുവിടും ചേച്ചി. അവളുടെ കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട. ഗിരീഷേട്ടൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നുവെച്ചാ ഞാനും ദേവിയും വിവാഹിതരാണെന്നല്ല, അവക്ക് ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങളുടെ കൂടെ മീര വരാത്തത് നന്നായില്ലേ? അതെന്താ? അല്ല, ഗിരീഷേട്ടന്റെ കൂടെ വരികയാണെങ്കിൽ വെറുതെ എല്ലാവർക്കും ഒന്ന് കാണാലോ. നീ എന്തായി പറയുന്ന? ഞാനൊരു പൊതുകാര്യം പറഞ്ഞേ ഉള്ളൂ. എവിടെ മീര? എവിടെ? അവള് വരും. അവള് വരുമെന്ന് പറഞ്ഞ എപ്പോ വരും? ആര് കൊണ്ടുവരും? അവൾ ആരുടെ കൂടെ വരുന്നത്? അതൊക്കെ എനിക്കറിയണം. ഒരു പെൺകുട്ടിയാ. ആരുടെ കൂടെയാണെന്ന് എനിക്കറിയണം.
വളരെ വളരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുടെ ഒപ്പം തന്നെയാമേ. ഡേ നിക്കവിടെ. എന്റെ മുമ്പിൽ നാടകം കളിക്കുകയാണോ എല്ലാവരും കൂടി? എവിടെ മീര? ആരുടെ കൂടെ അവള്? എന്റെ കെട്ടിയോന്റെ കൂടെ. ഒരു മീര. ഇനിയിപ്പോ ആ ഗിരീഷിന്റെ കൂടെ ആയിരിക്കോ? ഇനി പറ, എന്താ മീരയുടെ പ്രശ്നം? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല മാഷെ. ചന്ദ്രോത്തെ ആരും എന്റെ ഒപ്പം അല്ല. അപ്പോ മറ്റാരുടെ ഒപ്പമാണ് അവരെല്ലാം? ആ ജോലിക്കാരി പെണ്ണിനെയും എന്നെ ഒരേപോലെ അവര് കാണുന്നത്. എന്ന് മാത്രമല്ല, അവൾക്ക് അവിടെ കൂടുതൽ അധികാരം. അവളെ അവിടെ നിന്ന് ഇറക്കിവിടാൻ ഞാൻ പറഞ്ഞു. ആരും അത് ശ്രദ്ധിച്ചു പോലും ഇല്ല. പ്രധാന പ്രശ്നം ഇതിലേതാ? മീരയെ ആരും മനസ്സിലാക്കാത്തതാണോ? ജോലിക്കാരെയും മീരയെയും ഒരുപോലെ കണ്ടതാണോ? അതോ മീരയെ ആരും ശ്രദ്ധിക്കാത്തതാണോ? എല്ലാം പ്രശ്നം തന്നെ മാഷെ. അവളുടെ മുന്നിൽ വെച്ച് എന്നെ കൊച്ചാക്കും പോലെ തോന്നും. ചിലപ്പോഴൊക്കെ ഞാനാണോ അവിടുത്തെ ജോലിക്കാരി എന്ന് തോന്നിപ്പോവും. അതെ, ഒരു കഥയുണ്ട്, അമ്മ പറഞ്ഞു തന്നതാ. ഒരു കൃഷിക്കാരന് 2 കുടങ്ങളുണ്ട്. ഒന്ന് പൊട്ടിയ ചോർച്ചയുള്ള കുടം, മറ്റേത് പൊട്ടാത്ത കുടം. കുളത്തിൽ നിന്ന് വെള്ളം എടുത്തു പോകുമ്പോ പൊട്ടിയ കുടത്തിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഇങ്ങനെ ചോർന്നു പോകും. ഒരു ദിവസം പൊട്ടാത്ത കുടം പൊട്ടിയ കുടത്തെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നിന്നെക്കൊണ്ട് യജമാനൊരു ഉപകാരവും ഇല്ല, നീ ഒരുപാട് വെള്ളം ഇങ്ങനെ ചോർത്തിക്കളയുന്നു എന്ന്. അത് കേട്ട കുളക്കരയിലെ ചെറിയ പുൽച്ചെടികൾ പൊട്ടാത്ത കുടത്തോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, പക്ഷേ പൊട്ടിയ കുടമാണ് ഞങ്ങൾക്ക് വെള്ളം തരുന്നത് എന്ന്. ഈ കഥയുടെ സാരാംശം എന്താണെന്ന് മീരയ്ക്ക് മനസ്സിലായോ? ഈ ഭൂമിയിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ധർമ്മങ്ങളുണ്ടെന്ന്. പൊട്ടിയ കുടം പോകുന്ന വഴിയിൽ പുല്ലിനും പുൽച്ചാടിക്കും ഒക്കെ വെള്ളം കൊടുക്കും. വീട്ടിലെ ജോലിക്കാരി മീരയ്ക്ക് ആഹാരം വെച്ചു തരും. മീരയേക്കാൾ ഒട്ടും ചെറുതല്ല ജോലിക്കാരി. ഈ നല്ല സൈനികരുണ്ടെങ്കിലേ രാജാവിന് യുദ്ധം ജയിക്കാൻ കഴിയൂ. മീര പറഞ്ഞു മീര ആരും മനസ്സിലാക്കുന്നില്ല എന്ന്. ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ, മീര ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും മനസ്സിലാക്കാൻ മീരയ്ക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? ഭൂരിപക്ഷം പേർക്കും അവനവനെ മാത്രമേ ശ്രദ്ധിക്കാൻ സമയമുള്ളൂ. നമുക്ക് വേണ്ട സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. വേറൊരാളിൽ കൂടെ സന്തോഷം നേടാവുന്നുള്ള ചിന്തയേ വേണ്ട. ഞാനൊരു കുട്ടിയെ സ്നേഹിച്ചിരുന്ന കാര്യം അമ്മ പറഞ്ഞില്ലേ? ഞാൻ എന്തുകൊണ്ടാ ആ കുട്ടിയെ കൊണ്ടുവരാത്തത്? അതോടെ ആ കുട്ടിയുടെ സന്തോഷം ചിലപ്പോൾ പോവും. അതിന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. അതുകൊണ്ടാ അത് നഷ്ടപ്രണയമാണെന്ന് തോന്നാത്തത്. ഞാനിങ്ങനെ ഹാപ്പിയായി ഇരിക്കുന്നതും. മീര, യാഥാർത്ഥ്യവും ആവേശവും രണ്ടും രണ്ടാ. വെറുമൊരു ഹോം നേഴ്സായ ദേവികയോട് ആ വീട്ടിലെ അംഗങ്ങളെല്ലാം സ്നേഹം കാണിക്കുന്നു. അവിടുത്തെ സ്വന്തം കുട്ടിയായ മീരയെ അവഗണിക്കുകയും ചെയ്യുന്നു. അവളെ ഇറക്കി വിടാൻ പറഞ്ഞിട്ടും ആരും ചെവി കൊണ്ടില്ലെങ്കിൽ അവളുടെ ഭാഗത്ത് എന്തോ ന്യായം ഉണ്ടെന്നല്ലേ അർത്ഥം? അപ്പൊ മാഷൻ ദേവിക്ക് വേണ്ടി നിൽക്കും? ഞാനൊന്ന് പറയട്ടെ. ദേവികയുടെ സ്നേഹം തൊട്ടറിഞ്ഞവരാണ് അവിടെ ഉള്ളവരെങ്കിൽ മീരയുടെ അഹങ്കാരമാണ് ഇപ്പോഴത്തെ സംഭവം എന്ന് ധരിക്കുന്നതിൽ തെറ്റുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. സ്വന്തം വീട്ടിൽ നിന്നും ഒരു ജോലിക്കാരിയുടെ പേരിൽ മീര ഇറങ്ങിപ്പോവോ?
അത് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയില്ല. ആ അപ്പോ ആ വീട്, അതായത് ചന്ദ്രോത്ത്, മീരയുടെ വീടല്ല, ഭർത്താവിന്റെ വീടാണ് അല്ലേ? ആ അതെ. അവിടെ മീരയുടെ സ്ഥാനം എന്താ? കിട്ടാത്ത സ്നേഹം മീരയ്ക്ക് ഫീൽ ചെയ്തെങ്കിൽ അത് വീണ്ടെടുക്കണമെങ്കിൽ മീര അവിടെ തന്നെ നിൽക്കണ്ടേ? മീര ഇപ്പോ ഒരാവേശത്തിന്റെയും ഭാവനയുടെയൊക്കെ ലോകത്ത്. യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരണം. അധികാരത്തിന്റെ ഭാഷയിൽ ഒരാളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോ ഒറ്റ സെക്കൻഡിൽ അങ്ങ് തോറ്റുപോകും. പക്ഷേ സ്നേഹത്തിന്റെ ഭാഷയിൽ ശ്രമിച്ചാലുണ്ടല്ലോ, തോൽവി അറിയേണ്ടേ വരില്ല. ദേവിക ആ ഭാഷയിൽ വിജയിച്ചു നിൽക്കുക. സ്നേഹത്തോടെ കീഴടക്കാൻ അവൾക്ക് പറ്റുന്നു. അധികാരത്തോടെ മീര ശ്രമിച്ചപ്പോ അവിടെയുള്ളവർ നിശബ്ദരായി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ആദ്യമായി കണ്ട എന്റെ അമ്മ മീരയെ സ്നേഹത്തോടെ സ്വീകരിച്ചപ്പോ മീര സന്തോഷിച്ചു. ഈ രാത്രിയിൽ ദാ ഇപ്പോഴും എന്റെ കൂടെ ഇവിടെ ഇരിക്കുന്നു. അമ്മയുടെ ഭാഷയും സ്വീകരണവും മറ്റൊരു രീതിയിലായിരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ മീര ഇപ്പൊ എവിടെയായിരിക്കും? ശരിയാ, മാഷിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടായി. അതുപോലെ എനിക്കും. സംഭവിച്ച കാര്യങ്ങൾ മാഷ് പറഞ്ഞപ്പോ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടുന്ന് പോരരുതായിരുന്നല്ലേ മാഷേ? അപ്പോ അവിടെ കുഴപ്പമൊന്നുമില്ല. കഷ്ടായിപ്പോയി. അവള് വീണ്ടും കൈമുറിച്ചങ്ങ് തീരണമായിരുന്നു. ശരി, അങ്ങനൊന്നും പറയരുത്. ചേച്ചി പോയി പണി നോക്ക്. അവളാര്, ഹിറ്റ്ലറോ? എല്ലാരും അവളെ പേടിച്ച് ജീവിക്കണോ? അമ്മ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്, അവള് തീരട്ടെന്ന്. നീ ഫോണി തന്നെ മോളെ. അമ്മേ, അല്ല മോളെ, ഇതുവരെ അവൾ എവിടെ പോയി എന്നുള്ള പേടിയായിരുന്നു. ഇപ്പോ അവൾ തിരിച്ചു വന്ന എന്താവും എന്നുള്ള പേടിയാ. ഗിരീഷേട്ടന്റെ വീട്ടിലാണെന്നല്ലാതെ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ലമ്മേ. ഗിരീഷേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധയോടെ ഇരിക്കണേ മോളെ. ഒറ്റയ്ക്ക് അവളുടെ അടുത്തേക്കൊന്നും പോവണ്ട. അറിയാലോ, അവൾ എന്തും ചെയ്യും. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. ശരി, ഞാൻ വിളിക്കാം. ശരി മോളെ. മാധവേട്ട, എനിക്കാകെ പേടിയാവുന്നു. ദേവിയോട് വഴക്കിട്ടിട്ടാ മീര വീട് വിട്ടിറങ്ങിയത്. തിരിച്ചു വരുമ്പോഴും ആ പക മനസ്സിൽ കാണില്ലേ? പക മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. ഇനി പകയും കൊണ്ട് ചേച്ചി ഉപദ്രവിക്കാനായി ചെന്നാലേ സത്യമായിട്ടും അമ്മേ, ഇത് ഞാൻ സ്റ്റോറിയാക്കി സോഷ്യൽ മീഡിയയിലിടും. പ്രഭാവതിയും മീരാവതിയും എയറിൽ കയറും 2 ആഴ്ച. രാധികെ, ഞാൻ പറയാറില്ലേ, ഈശ്വരാനുഗ്രഹം ഉണ്ട് നമ്മുടെ മോൾക്ക്. ഈശ്വരന്മാര് മനുഷ്യരായി അവതരിച്ചപ്പോൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം സത്യം മാത്രമേ ജയിക്കൂ. നമുക്ക് പേടിക്കാതിരിക്കാം. നമ്മുടെ മോളെ ദൈവങ്ങൾ കാക്കും. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? വെറുതെ കാറ്റുകൊള്ളാൻ. ഈ അസമയത്ത് ഗേറ്റും തുറന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് കാറ്റ് കൊള്ളാനാണല്ലേ? ആ, ഗേറ്റ് തുറന്നിട്ടാലാണല്ലോ കാറ്റകത്തേക്ക് വരുള്ളൂ. നീ എന്താ എന്നെ കളിയാക്കാണോ?
പിന്നെ അമ്മ എന്തായി ചോദിക്കുന്നേ? ഞാൻ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോകും തോന്നുന്നുണ്ടോ? രജനി, അമ്മേ, മീര ഇപ്പൊ വരും. അതുകൊണ്ടാ ഞാനിവിടെ നിൽക്കുന്നേ. ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, നീ പറഞ്ഞില്ല. മീര എവിടെയാ? മീര ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലുണ്ട്. ആ ആള് സഹോദരിയെ പോലെ അവളെ സംരക്ഷിച്ചോളും. നീ സാഹിത്യം പറയാതെ ആരാണെന്ന് ഒറ്റ വാക്കിൽ പറയേ. ആ, ദേ വരുന്നുണ്ട്. ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതിയോ ആന്റി? ചേച്ചി അങ്ങനെ വിചാരിച്ചു അല്ലേ? നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ പോലും വിചാരിച്ചില്ല ഞാൻ തിരിച്ചു വരുമെന്ന്. ചിലര് വീണു പോകുമ്പോ കൈപിടിച്ചുയർത്താൻ മറ്റു ചിലര് വരുമല്ലോ. വഴിതെറ്റി അലയുമ്പോ അവര് നേർവഴി കാണിച്ചു തരും. അങ്ങനെ വഴിതെറ്റി അലഞ്ഞ എന്നെ നേർവഴിയിലൂടെ നടത്തി ഇവിടെ എത്തിച്ച ആളാ ഗിരീഷ് മാഷ്. ആന്റിക്ക് ആളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. രജനി ചേച്ചിക്ക് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നീ എന്ത് അബദ്ധവും മീര ഈ കാണിക്കുന്നത്? പാതിരാത്രി നിനക്ക് പരിചയമില്ലാത്ത സിറ്റിയില് ആരെങ്കിലും വിശ്വസിച്ച് ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് അവരോടൊപ്പം യാത്ര ചെയ്യാണോ? ഉത്തരവാദിത്തപ്പെട്ട ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാൻ വയ്യ. പക്ഷേ ഇന്നലെ മാത്രം പരിചയപ്പെട്ട ആളോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുന്നു. ആന്റി, ഞാൻ യാത്ര ചെയ്തത് ഏതോ ഒരാളോടൊപ്പം അല്ല, ഗിരീഷ് മാഷിനോടൊപ്പാ. ഗിരീഷ് മാഷിനോടൊപ്പം ഏത് പാതിരാത്രിയിലും എവിടെ വേണേലും പോവാ ആന്റി. അല്ല, ആന്റിയോട് ഗിരീഷ് മാഷിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. മീര, നേരെ ഒരുപാടായി. ഇയാളെ കാണാൻ ഒരു വീട് മുഴുവൻ കാത്തിരിക്കായിരുന്നു. ചോദിക്കാതെയും പറയാതെയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? തെറ്റ് മനസ്സിലാക്കി തിരിച്ചെത്തിയതല്ലേ? അപ്പോ ആദ്യം ചെയ്യേണ്ടത് എന്താ? യെസ്. ആ ആന്റി, ഐ എം സോറി. ഞാൻ അങ്ങനെ പോവാൻ പാടില്ലായിരുന്നു. മതിയോ മാഷെ? അത് പറയേണ്ട ഞാനല്ല. തെറ്റിനെ ക്ഷമ ചോദിക്കേണ്ട ബാധ്യതയെ നമുക്കുള്ളൂ. അത് അംഗീകരിക്കേണ്ടത് അവരുടെ മനസ്സാ. തെറ്റും ശരിയും ഒക്കെ പഠിച്ചെങ്കിലേ മോൾ അകത്തേക്ക് ചെല്ല്. മീര, ഞാനെന്നാ പോട്ടെ. ഗുഡ് നൈറ്റ്. ആ, എങ്ങോട്ട് പോവാനാ? ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോവാനോ? അകത്തേക്ക് വാ മാഷെ. ഏയ് വേണ്ട, എനിക്ക് പോണം. ഇതുവരെ വന്നതല്ലേ, ഒന്ന് കേറിയിട്ട് പോ. എന്തിനാ? അച്ഛൻ പറഞ്ഞിരുന്നു ഗിരി വരുമ്പോ പറയണോന്ന്. ഓ, അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു അല്ലേ രക്ഷകൻ ആരായിരുന്നു എന്ന്? പ്ലീസ് ഒന്ന് കേറിയിട്ട് പോ. ഞാൻ അച്ഛനെ വിളിക്കാം. വരൂ. അപ്പൊ വിളിക്കേണ്ടവർ വിളിച്ച മാഷ് വരും.
അന്നെന്താ ഗിരീഷേട്ടനെ രജനീച്ചും തമ്മിലുള്ള കല്യാണം നടത്താൻ അച്ഛനും ശ്രമിക്കാതിരുന്നേ? അച്ഛനും താല്പര്യമായിരുന്നു. പക്ഷെ ജാതിയുടെ സ്വത്തിന്റെയൊക്കെ കാര്യം പറഞ്ഞ് അമ്മയാ എല്ലാം മുടക്കിയത്. ഗിരീഷേട്ടനൊരു രീതി കണ്ടിട്ട് രജനി ചേച്ചി വിളിച്ചിറക്കിക്കൊണ്ട് പോകേണ്ടതാണല്ലോ. അതൊക്കെ നടന്നു ദേവി. രജനീച്ചി ഗിരീഷേട്ടന്റെ ഒപ്പം പോയി. പക്ഷെ അമ്മ സർവ്വ സ്വാധീനം ഉപയോഗിച്ച് തടഞ്ഞു. നാണക്കേട് ഒഴിവാക്കാൻ മറ്റൊരാളെ കണ്ടെത്തി ഉടനെ കല്യാണം കഴിപ്പിച്ചു. അങ്ങനെയാ നരേന്ദ്രൻ ഇവിടുത്തെ ആളായത്. അപ്പോഴും വില്ലത്തി നന്ദുന്റെ അമ്മ തന്നെ. നന്ദ, മീര വന്നു. ഗിരീഷേട്ടൻ ഉണ്ട്. നീ വാ, ദേവിക വാ. നന്ദു ചെല്ല. ഞാൻ വരുന്നില്ല ചേച്ചി. എന്നെ കണ്ട മീരയ്ക്ക് വീണ്ടും ദേഷ്യം വരും. വീണ്ടും ഒരു വഴക്ക് വേണ്ട. ഏയ്, അവള് നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത്. കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. ദേവി നീ വാ, എന്തായാലും നമുക്ക് നോക്കാം. നന്ദു, ഞാൻ വന്ന വീണ്ടും പ്രശ്നം ഉണ്ടായാലോ? എന്ത് പ്രശ്നം? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിലും ഗിരീഷേട്ടൻ കൂടെയില്ലേ, നമുക്ക് നോക്കാം.